ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഇതും കൂടെ തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജി ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സൈക്കോളജി മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു ക്ലാസ് 15-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അതിൻ്റെ എല്ലാ പോയിൻറ്റുകളും വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റുകളും വെച്ചിട്ട് ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ തന്നെ PDF ഞാൻ പിറ്റേ ദിവസം ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പോവാം. ആ സമായോജന തന്ത്രങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോക്കിയിട്ട് പോകാൻ തരത്തിൽ ഞാനതെല്ലാം കൂടെ സെറ്റാക്കിയിട്ടൊരു ക്ലാസ് ആക്കിയിട്ടിടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് PSC നമ്മുടെ FAPUK APUK ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ് കേട്ടോ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബുക്കും കൂടെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എന്താണ്? സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് കേട്ടോ. ഇതും മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രചിച്ചത് ആരാണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹം മനസ്സിനെ ഉപമിച്ചിട്ടുള്ളത് ഒരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുമലയോടാണ് കേട്ടോ. അദ്ദേഹം എന്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത്? ഒരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുമലയോടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞുമല മുകളിലേക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഭാഗം ഉണ്ടായിരിക്കും, പിന്നെ താഴോട്ട് കാണാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടായിരിക്കാം. അവിടെ എന്താണെന്ന് നമുക്കറിയില്ല. മഞ്ഞുമലയുടെ ബാക്കി ഭാഗം സമുദ്രത്തിനടിയിലാവും. അപ്പോൾ അവിടെ എന്താണ്? ഇനി ചെറിയ ഭാഗമാണോ, അതോ ഒരുപാട് വലിപ്പമുള്ള ഭാഗമാണോ, അതോ ഇല്ലേ വെറും ഐസ് മാത്രമാണോ പൊങ്ങി കിടക്കുന്നത്? ഇതൊന്നും നമുക്ക് അടിയിലുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മനസ്സിനെ ഒരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുമലയോട് ഉപമിച്ചിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ പ്രധാന ആശയങ്ങളും പ്രത്യേകതകളും ഒന്ന് നോക്കിയിരിക്കാം. എന്തൊക്കെയാണ്? മനസ്സിൻ്റെ, പ്രത്യേകിച്ച് അബോധ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു അന്വേഷണമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ, അതായത് അബോധ മനസ്സിൻ്റെ, നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ എന്താണ് ഉള്ളറകളിലേക്കുള്ളൊരു അന്വേഷണമാണ് ഇതിൻ്റെ പ്രത്യേകത, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ളൊരു സമീപനമാണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെയുള്ള അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ആശയമാണ് ഈ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത്. ലൈംഗികമായ അബോധ സംഘർഷങ്ങളും ആക്രമകത്വം മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായി സിദ്ധാന്തിക്കുന്നു. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ലൈംഗികമായിട്ടുള്ള അബോധ സംഘർഷങ്ങളുണ്ടാവും. അതും പിന്നെന്താണ്? ഒരു മനുഷ്യൻ്റെ അഗ്രഷൻ എന്താണ്? ആ മനുഷ്യൻ്റെ അഗ്രഷൻ എന്താണ്? അയാളുടെ വ്യക്തിത്വത്തെ വലിയ അളവിൽ തന്നെ സ്വാധീനിക്കുന്നതായിട്ടുമാണ് ഈ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിദ്ധാന്തിക്കുന്നത്. മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പോൾ എന്താണ്? ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ എന്തൊക്കെയാണ് പങ്കുവഹിക്കുന്നത്? മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങൾ, നമ്മുടെ ചെറുപ്പത്തിലുള്ള നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അടിച്ചമർത്തി വെച്ചിട്ടുള്ള വികാരങ്ങളും തോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഈ ഒരു മനോവിശ്ലേഷണ സമീപനത്തിൽ ഇദ്ദേഹം മാത്രമല്ല, വേറെയും കുറച്ച് ആൾക്കാർ ഒരു നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരെ കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. കോൾ യൂങ്, ആൽഫ്രഡ് ആഡ്ലർ, വില്യം റീച്ച് എന്നിവരാണ് ഫ്രോയിഡിനെ കൂടാതെ തന്നെ മനോവിശ്ലേഷണ സമീപനത്തിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുള്ളവർ. ഇവരുടെ പേര് ഇവരൊക്കെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. കോൾ യൂങ്, ആൽഫ്രഡ് ആഡ്ലർ, വില്യം റീച്ച്, പിന്നെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡും. ഇവരെല്ലാവരും മനോവിശ്ലേഷണ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ വസ്തുതകളെ 3ആയിട്ട് അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം, അതായത് മനസ്സിൻ്റെ 3 തലങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങൾ, അതായത് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിവയെ സംബന്ധിക്കുന്ന ആശയങ്ങളാണ് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിക്കുന്ന
സിദ്ധാന്തം എന്ന് പറയുന്നത്. രണ്ടാമത്തത് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ്. മൂന്നാമത്തത് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ. ഇതിൽ വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർ കയറിയിട്ട് കാണുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഈ വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. എടുക്കാനുള്ളത് ഈ 1ഉം 3ഉം ആണ് കേട്ടോ. മൂന്നാമത്തേതാണ് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ. ഇങ്ങനെ 3 രീതിയിലാണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തെ, അതിൻ്റെ ആശയത്തെ, വസ്തുതകളെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് 3ഉം ഓരോന്ന് വീതം നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് 3ഉം എന്താണ്, ഈ 3 ഭാഗങ്ങളിലും എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ 3 തലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഏതൊക്കെയാണ്? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെയാണ് മനസ്സിൻ്റെ 3 തലങ്ങളായിട്ടുള്ളത്. അതിൽ ബോധമനസ്സിൽ എന്താണ്? ബോധമനസ്സ് എന്ന് പറയുന്നത് സാധാരണ നിലയിലുള്ള മനസ്സാണ്. ബോധമനസ്സ് എങ്ങനെയുള്ളതാണ്? സാധാരണ നിലയിലിട നമ്മുടെയൊക്കെ സാധാരണ നിലയിലുള്ള മനസ്സിനെയാണ് നമ്മൾ ബോധമനസ്സ് എന്ന് പറയുന്നത്. പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്താണ്? നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? അത് ബോധമനസ്സിലാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങളാണ് ബോധമനസ്സിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നമുക്കെന്താണ്? പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ എന്തിൽ? ബോധമനസ്സിൽ. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലത്തെ നമ്മൾ എന്ത് പറയുന്നു? ബോധമനസ്സ് എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ ഇവയെല്ലാം എന്താണ്? ബോധമനസ്സിൻ്റെ തലമാണെന്ന് ഓർത്തിരിക്കുക. ബോധമനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രായോഗിക തലത്തിൽ നാം ഡെയിലി യൂസ് ചെയ്യുന്ന ഓർമ്മകളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ബോധമനസ്സിനെയാണ് നമ്മൾ ഈ ബോധമനസ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ ബോധമില്ലാത്തതുമായ മനസ്സാണ്. പെട്ടെന്ന് നമുക്ക് ഒരു ചെറിയ ഭാഗം നമുക്ക് ഓർമ്മ കിട്ടും, പക്ഷെ അത് മുഴുവനായിട്ടുള്ള എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതാണ് നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ബോധമനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ബോധമനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള ഒരു തലമാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് അബോധതലത്തിലെ അന്തർലീനമായ അനുഭവങ്ങൾ പ്രതീകവത്കൃതമായി ഉപബോധ മനസ്സിലേക്ക് ഊർന്നു കിടക്കുമ്പോഴാണെന്ന് അനുമാനിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അബോധതലത്തിലായിരിക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പതിച്ചിട്ടുണ്ടാവുക. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. ചിലപ്പോൾ പേടിപ്പെടുത്തുന്നതായിരിക്കും, ചിലപ്പോൾ വളരെ സന്തോഷമുള്ളതായിരിക്കും, ചിലപ്പോൾ ഇത്തിരി സങ്കടമുള്ളതായിരിക്കും, ചിലപ്പോൾ നല്ല നമുക്കതിനോട് ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും, ചിലപ്പോൾ നല്ല ലക്ഷ്യങ്ങളായിരിക്കും, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം അബോധതലത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കും അത് ഉറങ്ങിക്കിടക്കുന്നുണ്ടാവുക. പക്ഷെ അത് ഏത് രീതിയിലായിരിക്കും? ഒരു ചിത്ര രൂപത്തിലായിരിക്കും നമ്മുടെ അബോധ മനസ്സിൽ അത് ഉണ്ടാവുക. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ഉപബോധ മനസ്സിലേക്ക് ചിത്രരൂപത്തിലുള്ള കാര്യങ്ങൾ എത്തുമ്പോഴാണ് അതിനെന്താണ് സ്വപ്നമായിട്ട് മാറുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് ബോധതലത്തിലേക്ക് വേഗം കൊണ്ടുവരാവുന്നതും പക്ഷെ അതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ബോധമില്ലാത്തതുമായ ഒരു തലത്തിനെയാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അബോധ മനസ്സ് എന്നുള്ളത്. ഈ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഏത് തലമാണ്? അബോധ തലമാണ് കേട്ടോ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു തലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അബോധ മനസ്സാണ് കേട്ടോ. ഫ്രോയിഡിൻ്റെ തന്നെ അഭിപ്രായത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഏറ്റവും ചെറിയ തലം എന്ന് പറയുന്നത് ബോധ മനസ്സാണ് കേട്ടോ. ബോധതലമാണ് ഏറ്റവും ചെറിയ തലം എന്ന് പറയുന്നത്. ഏറ്റവും വലുത് ഏതാണ്? അത് അബോധ തലമാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് അബോധതലമാണ്. വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത് അപകടം മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. ഇവിടെ അപകടം ഇല്ല കേട്ടോ, ഇത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ ഏറ്റവും അധികം സ്വാധീനം കൊടുക്കുന്നത് ഏത് തലമാണ്? അത് അബോധ തലമാണ് അല്ലേ. ഒരു വ്യക്തിയുടെ പെരുമാറ്റ ശൈലിയും അതുവഴി അദ്ദേഹത്തിൻ്റെ
വ്യക്തിത്വമൊക്കെ നിർണ്ണയിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സിലുള്ള അനുഭവങ്ങളും ആഗ്രഹങ്ങളുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന തലം ഏതാണ്? അത് അബോധ തലമാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സെന്ന് വിശദീകരിച്ചത് മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തെയാണ്. അദ്ദേഹം ഈ അബോധ മനസ്സ് എന്നുദ്ദേശിച്ചത് എന്തിനെയാണ്? നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു തലത്തിനെയാണ് ഈ അബോധ മനസ്സ് എന്ന് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങൾ നമുക്ക് ഫുള്ളായിട്ടത് മറഞ്ഞിരിക്കുകയാണ്, പക്ഷെ അത് നമുക്കറിയാം. ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഈ ചില സമയത്ത് എനിക്ക് ഒരു 5 o'clock ആകുമ്പോഴേക്കും എനിക്ക് എന്നും മോർണിംഗിൽ എണീക്കണം. മോൾക്ക് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയക്കണം, ഏട്ടന് പോകാറാകുമ്പോഴേക്ക് ചോറും കൊടുത്തയക്കണം, മോൾക്കും ചോറ് കൊടുത്തയക്കണം, രാവിലത്തെ കഴിക്കാനുള്ളതും ഒക്കെ ആവണം. അപ്പോൾ ഞാൻ എന്തായാലും 5 മണിയാകുമ്പോഴേക്കും എണീക്കും. പക്ഷേ സൺഡേയ്സിൽ ഞാൻ വിചാരിക്കും രാവിലെ ഇവർ രണ്ടുപേരും പോകുന്നത് കൊണ്ട് എൻ്റെ അടുക്കളപ്പണിയൊക്കെ രാവിലെ നേരത്തെ കഴിയും. അപ്പോൾ സൺഡേയും അങ്ങനെ ആവണമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ ഞാൻ രാവിലെ എണീക്കില്ല. കാരണം എന്താണ്? എനിക്ക് എൻ്റെ ഉള്ളിൽ അറിയാം, ഇന്ന് സൺഡേ ആണ്. ഞാൻ തലേ ദിവസത്തെ സാറ്റർഡേ ഞാൻ പറയും, ഞാൻ അങ്ങനെ ആലോചിക്കും, നാളെ സൺഡേ ആണ്, അപ്പോൾ എനിക്ക് നാളെ തിരക്കുകളൊന്നുമില്ല രാവിലെ. അതെനിക്ക് എൻ്റെ ഉള്ളിൽ അറിയാം. അതപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ആ ഒരു സൺഡേസിൽ അതെനിക്ക് ഓർമ്മ വരുന്നുണ്ട്, എനിക്കിന്ന് എണീക്കേണ്ട, എനിക്കിന്ന് തിരക്കുകളൊന്നുമില്ല എന്ന് എൻ്റെ ഉള്ളിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ രാവിലെ അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഇവരോട് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ കള്ളത്തരം കാണിക്കുകയാണ്, ഉറങ്ങാൻ വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കുകയാണെന്ന് പറയും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ എന്താണ്, മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നൊരു തലത്തെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്നത് അബോധ മനസ്സാണ് കേട്ടോ. മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായി കണക്കാക്കുന്നത് ഏത് തലത്തെയാണ്? അത് അബോധ മനസ്സിനെയാണ് കേട്ടോ. മനസ്സിൻ്റെ പൂർണ്ണമായും ആഴത്തിലുള്ളതുമായ തലമാണ് അബോധ മനസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ളൊരു തലമാണ് ഈ അബോധ മനസ്സ് എന്ന് പറയുന്നത്. മനസ്സിൻ്റെ അബോധ തലത്തിലെ ശേഖരങ്ങളാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എന്ത് കാര്യം നടന്നാലും, നമുക്കിപ്പോൾ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്ത് കാര്യങ്ങൾ നടന്നാലും നമ്മളത് മറക്കാതിരിക്കാൻ എന്താണ് കാരണം? നമ്മുടെ അബോധ മനസ്സിലെന്താണ് അത് പതിപ്പിക്കുകയാണ്. നമ്മുടെ അബോധ മനസ്സിൽ അതെന്തായാലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അതൊന്നും പോവില്ല. നമ്മുടെ അബോധ മനസ്സിലെന്തായിരിക്കും, അതെല്ലാം ഫീഡായിട്ടുണ്ടാവും. നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ പുറത്തു വരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കുന്നതിന് ഫ്രോയിഡ് സ്വപ്നാപഗ്രഥനം എന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഈ അബോധ മനസ്സിൻ്റെ പല കാര്യങ്ങളും സ്വപ്നമായിട്ട് ഉപബോധ മനസ്സിലേക്ക് പലപ്പോഴും വരാറുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മാനസിക പ്രശ്നങ്ങളുള്ളവരെയൊക്കെ അദ്ദേഹം ഒരു ഡ്രീം അനാലിസിസ് എന്നുള്ള രീതിയാണ് അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പറയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത്, അതായത് തെറ്റുകൾ പോലും പലപ്പോഴും ആ വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളെ ആയിരിക്കും പ്രതിഫലിപ്പിക്കുന്നതും എന്നും ഫ്രോയിഡ് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡ്രീം അനാലിസിസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ടയേർഡായിട്ട് കിടക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ ഉറക്കത്തിൽ സംസാരിക്കാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അബോധ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മളപ്പോൾ സംസാരിക്കുന്നത്. നല്ല ടയേർഡായിട്ടൊക്കെ ഇപ്പോൾ ഗുളികയൊക്കെ കഴിച്ച് കിടക്കുന്ന സമയത്താണെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഉറക്കത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ ഈ കള്ള് പിടിച്ച് കിടക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് സത്യങ്ങളൊക്കെ അറിയണം, ഭാര്യ എങ്ങനെ അറിയും, ഞാനിങ്ങനെ റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരുടെ അബോധ മനസ്സിലെ കാര്യങ്ങളാണ് ആ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത്. അത്രയും നമ്മൾ ഉറങ്ങിക്കിടക്കുകയായിരിക്കും, നമ്മൾ അത്രയും ഡീപ്പായിട്ട് ഉറങ്ങിക്കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഡീപ്പായിട്ട് ടയർഡായി കിടക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് അബോധ തലത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ പുറത്തേക്ക് നമ്മൾ സംസാരിക്കുന്നതോ, ചിലപ്പോൾ നമ്മളൊരു ഡ്രീമിലായിരിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ഈ അബോധ തലത്തിൽ മറിഞ്ഞിരിക്കുന്ന അനുഭവങ്ങളും അല്ലെങ്കിൽ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ പറയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, അതായത് തെറ്റുകൾ പോലും ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ
പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാവില്ല നമ്മൾ പെട്ടെന്ന് നമ്മുടെ വായിൽ നിന്ന് വരിക. അത് എവിടെ നിന്ന് വരുന്നതാണ്? നമ്മുടെ അബോധ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അത് ഒരു ഇവിടെ ചോദിച്ചിട്ടുണ്ട്, നാക്ക് പിഴ എന്നാണ് കേട്ടോ അതിനെ പറയുക. നാക്ക് പിഴ അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ടങ്ക് എന്ന് പറയും. അതിന് കാരണമാകുന്നത് അബോധ മനസ്സാണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്, മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം നാക്ക് പിഴയ്ക്ക് കാരണമാകുന്നത് എന്താണ്? അബോധ മനസ്സാണ്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഷടേന്ന് പറഞ്ഞു പോകും. പക്ഷെ അതെന്തായിരിക്കും? നമ്മുടെ അബോധ മനസ്സിലുണ്ടായിരിക്കും, അത് പറയാൻ പാടില്ലെന്ന്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു അബോധ തലമാണ് പെട്ടെന്ന് പ്രവർത്തിക്കുക. പെട്ടെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ പുറത്തേക്ക് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതെന്തായിരിക്കും? ആ പറയുന്നതായിരിക്കും ശരിക്കുള്ള അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരിക്കുള്ള അയാളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ശരിക്കുള്ള അയാളുടെ വിചാരങ്ങൾ എന്ന് പറയുന്നത് ആ പെട്ടെന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും. ഇതാണ് പറയുന്നത്, ഈ തല്ല് കൂടിക്കഴിഞ്ഞാലാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ല് കൂടുമ്പോഴാണ് അവർ പരസ്പരം എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് തല്ല് വിടരുതേ. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം നാക്കുപിഴയ്ക്ക് കാരണമാകുന്നത് ഏതാണ്? അബോധ മനസ്സാണ്. അപ്പോൾ ഈ അബോധ മനസ്സ് എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ബോധ മനസ്സ് ഉപബോധ മനസ്സ് അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ അബോധ മനസ്സെന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്ക് ഇതൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വായിച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അധികം ദിവസം ഇല്ല അല്ലേ? പേടിയുണ്ട് എല്ലാവർക്കും, ടെൻഷൻ ഉണ്ടോ? ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമ്മൾ പഠിച്ചൊക്കെ തന്നെ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകണല്ലോ. ആരും ടെൻഷൻ അടിക്കണ്ടേ, ഞാനും ടെൻഷൻ അടിക്കുന്നില്ല. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മൂന്നാമത്തെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തെ തിരിച്ചിരിക്കുന്ന മൂന്നാമത്തെ ഭാഗം ഏതായിരുന്നു? അത് മനോലൈംഗിക വികാസ ഘട്ടങ്ങളായിരുന്നു. അപ്പോൾ അതെന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിലുള്ള ഞാൻ പറഞ്ഞു വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം. ഇത് പേഴ്സണാലിറ്റി സ്ട്രക്ചർ ഞാൻ ആദ്യം ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്തവർ കയറിയിട്ടൊന്ന് കാണുക കേട്ടോ. ഇത്, അഹം, അത്യഹം, ആ ഒരു ടോപ്പിക്കായിരുന്നു കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇതും അത്യഹം മുന്നേ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, 3 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതൊന്ന് കാണാത്തവർ കയറിയിട്ട് കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പ്രശസ്തമായ മനോലൈംഗിക വികാസ സിദ്ധാന്തം പ്രകാരം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് കുട്ടിക്കാലത്തെ 5 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ഒരു മനോലൈംഗിക വികാസ സിദ്ധാന്ത പ്രകാരം എന്താണ്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് ആ വ്യക്തിയുടെ കുട്ടിക്കാലത്തുള്ള 5 പ്രധാന ഘട്ടങ്ങളിലൂടെ എന്നാണ് പറയുന്നത്. ആ ഓരോ ഘട്ടത്തിലും എന്താണ്? ശരീരത്തിലെ ഓരോ പ്രത്യേക ഭാഗങ്ങളിൽ നിന്നാണ് ആ കുട്ടി ആനന്ദം കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തെ ഘട്ടമാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് വദനഘട്ടം. അതിൻ്റെ മലയാളം അറിഞ്ഞിരിക്കണേ. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വദനഘട്ടമാണ്. അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള പ്രായമാണ്. വദനഘട്ടം ഏതാണ്? ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഓറൽ സ്റ്റേജിൽ പറയുന്നത്. എന്താണ് അതിലെ പ്രധാന ഉദ്ദീപനം? ഒരു കുട്ടിക്ക് അതിന്ന് ആനന്ദം കിട്ടുന്ന ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വായയാണ് കേട്ടോ. വായ, അതായത് മുല കുടിക്കുന്നതിലൂടെയും കടിക്കുന്നതിലൂടെയും കുട്ടി ആനന്ദം കണ്ടെത്തുന്നു. ഈ ഘട്ടത്തിൽ അമ്മയുമായുള്ള ബന്ധം വളരെ പ്രധാനമാണ്. ആവശ്യത്തിന് പരിഗണന ലഭിച്ചില്ലെങ്കിൽ മുതിർന്നു കഴിയുമ്പോൾ അമിതമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ പുകവലിക്കുകയോ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായേക്കാം എന്നാണ് ഈ ഒരു ഓറൽ സ്റ്റേജിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലയളവാണ് ഓറൽ സ്റ്റേജ് അല്ലെങ്കിൽ വദനഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് ഏത് ശരീരഭാഗത്തു നിന്നാണ് കൂടുതൽ ആനന്ദം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വായയിലൂടെയാണ്. അതായത് കുട്ടി, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫീഡ് ചെയ്യുന്ന മദേഴ്സൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുട്ടി കടിക്കുകയും ഒക്കെ ചെയ്യൂലേ. നമ്മൾ നിപ്പിളിൽ കുട്ടി നന്നായിട്ട് കടിക്കും. അത് അവർക്കൊരു ഹാപ്പിനെസ്സാണ് അതിലൂടെ കിട്ടുന്നത്. നമ്മൾ ആ സമയത്ത് ഒരുപാട് പേര് പറയും തിരിച്ച് പ്രതികരിക്കരുത്, കുട്ടികൾ അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് അവർക്കത് ഒരുപാടൊരു രസമായിട്ട് തോന്നുന്നത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. പിന്നെ ഒരുപാട് അതിനെതിരെ കുറേ ആൾക്കാർ, കുറേ അമ്മമാർ കുറേ ടെക്നിക്ക് കൊണ്ട്, ആവശ്യമില്ലാത്ത കുറേ ടെക്നിക്കുകൾ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ആരും അങ്ങനെയൊന്നും പരീക്ഷിക്കരുത്. കുട്ടികളാവുമ്പോൾ അതൊക്കെ ചെയ്യും. ഒന്നെങ്കിൽ നമുക്ക്
നമുക്ക് അവരുടെ കൈ അവർ കടിക്കുന്ന സമയത്ത് അവരുടെ കൈ നമുക്ക് നമ്മുടെ വായിലെടുത്ത് വെച്ചിട്ട് അവർക്ക് കിക്കിളിയാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ നിന്നും എന്താണ് പെട്ടെന്ന് ശ്രദ്ധ തിരിക്കും. അപ്പോൾ അത് ഒഴിവായി കിട്ടും കേട്ടോ. അതങ്ങനെ മാറിക്കോളും. ഈ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടു. അതിനുള്ള ടിപ്പാണ് ബ്രസ്റ്റ് കുട്ടികളുടെ മുഖത്തിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. അതൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ ആ ഒരു രീതിയിലൂടെയാണ് കുട്ടിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. അത് മാത്രമല്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ചെറിയ കുട്ടികൾ എന്ത് കിട്ടിയാലും വായിലേക്കാണ് കൊണ്ടുപോകുക അല്ലേ. അവരുടെ കൈ വായിലേക്ക് കൊണ്ടുപോകും. എപ്പോഴും അവരുടെ കൈ വായിലുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കിട്ടിയാൽ അത് അവർ വായിലിടും. അവർക്ക് അത് ആ ഒരു വായുമായിട്ടാണ് അവർക്ക് ആ ഒരു സമയത്തൊരു ഹാപ്പിനെസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകുന്നതും ആ വായിൽ വെച്ചിട്ട് അവരങ്ങനെ കടിച്ച് അവർക്ക് ഒരു ആനന്ദം അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജാണ് എന്ത് പറയുന്നത്, വദനഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അമ്മയും കുട്ടിയും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വളരെ ഭയങ്കര ദൃഢമായിട്ടുള്ളൊരു ബന്ധമാണ്. നമ്മൾ കുട്ടി പാൽ കുടിക്കുന്ന നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാനും അല്ലെങ്കിൽ അവരോട് കൂടുതൽ സംസാരിക്കാനും പറ്റുന്ന ഒരു അവസരമാണ്. അല്ലാത്ത സമയത്തൊന്നും അവരങ്ങനെ ഇരുന്ന് തരില്ല. പക്ഷേ പാൽ കുടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ പാൽ കുടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അവരോട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചിരിക്കാനും കളിക്കാനും പാട്ട് പാടി കൊടുക്കാനും അവരുടെ മുഖത്ത് ഇങ്ങനെ തലോടാനും ഒക്കെ നമുക്ക് പറ്റും. അതൊരു നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് ഏനൽ സ്റ്റേജ് അഥവാ ഗുദഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ കാലയളവ് 2 മുതൽ 3 വയസ്സ് വരെയാണ് കേട്ടോ. അത് ആനന്ദം ലഭിക്കുന്ന പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് വിസർജന അവയവങ്ങളാണ് കേട്ടോ. വിസർജന അവയവങ്ങൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ഇവിടെ പറയുന്നത് മലദ്വാരമാണ് കേട്ടോ. കുട്ടിയുടെ മലദ്വാരത്തിലൂടെയാണ് ആ കുട്ടിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. അതായത് അവർ പൂപ്പ് ചെയ്യുന്ന സമയത്ത് ചില കുട്ടികൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പൂപ്പ് ചെയ്യണവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുകയാണ്. അവർ അവരുടെ മലം പോയി കഴിയുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും. അതിലൂടെ അവരിതിൽ ഈ ഏനൽ സ്റ്റേജിലൂടെ അവർക്ക് ഹാപ്പിനെസ് കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. മലവിസർജനം നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലൂടെ കുട്ടി സ്വയം നിയന്ത്രണം പരിശീലിക്കുന്നു. ടോയ്ലറ്റ് ട്രെയിനിങ് ഈ ഘട്ടത്തിലെ പ്രധാന കാര്യമാണ്. ഇത് കഠിനമായാൽ മുതിർന്ന പ്രായത്തിൽ അമിത വൃത്തിയോ അല്ലെങ്കിൽ അലസതയോ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ നമ്മൾ ഒരു കുട്ടീനെ ടോയ്ലറ്റ് ട്രെയിനിങ് പഠിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഈ 2 മുതൽ 3 വയസ്സ് വരെയുള്ള സമയത്താണ്. ഗുദഘട്ടം അതിനെ അല്ലെങ്കിൽ പൃഷ്ഠഘട്ടം എന്നും പറയുന്നുണ്ട് കേട്ടോ. ഗുദഘട്ടം അല്ലെങ്കിൽ പൃഷ്ഠഘട്ടം അല്ലെങ്കിൽ ഏനൽ സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കുട്ടികളെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരുപാട് കഠിനമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് നമ്മൾ സമ്മർദ്ദം കൊടുത്തു കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കതിന് ഒരു സ്തംഭനത്തിന് കാരണമായിരിക്കും. അവർക്ക് അത് പിന്നീട് അവരുടെ ആ ഒരു ശുചിത്വത്തെക്കുറിച്ചും അതിൻ്റെ ആ ഒരു ചിട്ടേനെക്കുറിച്ചൊക്കെയുള്ള ഒരു അമിതമായിട്ടുള്ളൊരു ആങ്സൈറ്റി അവരിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് 2 മുതൽ 3 വയസ്സ് വരെയുള്ള ഈ ഗുദഘട്ടത്തിൽ നമ്മൾ അവരെ ഒരുപാട് പുഷ് ചെയ്യാതെ, ഒരുപാട് സമ്മർദ്ദം കൊടുക്കാണ്ട് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് പരിശീലിപ്പിക്കുക. അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് പൂപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്സ് കൊടുത്തിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്കൊരു ഇത് കിട്ടുക, ഒരു ഉദ്ദീപനം അവർക്ക് ലഭിക്കുക. അപ്പം അത് ഒരു നോർമലി ഉണ്ടാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് സമ്മർദ്ദം അവരെ പുഷ് ചെയ്യാണ്ടിരിക്കുക. വളരെ കഠിനമായിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് ഒന്നും ഈ ഒരു സമയത്ത് കൊടുക്കാണ്ടിരിക്കുക. ഇനി അടുത്ത സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിംഗഘട്ടം എന്ന് പറയും. ഏതാണ്? ഫാലിക് സ്റ്റേജ് അല്ലെങ്കിൽ ലിംഗഘട്ടം എന്ന് പറയും. അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 3 മുതൽ 5 വയസ്സ് വരെയാണ്. അതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഉദ്ദീപനം ലഭിക്കുന്ന ഭാഗങ്ങൾ ജനനേന്ദ്രിയങ്ങൾ തന്നെയാണ്. കുട്ടി സ്വന്തം ശരീരത്തെ തിരിച്ചറിയാൻ തുടങ്ങുന്നത് ലിംഗഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിലാണ് ഫ്രോയിഡ് നിരീക്ഷിച്ച ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ ഉണ്ടാകുന്നത്. അതായത് ആൺകുട്ടികൾക്കും അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും ഒരു അടുപ്പം തോന്നുന്ന ഒരു സമയമാണ് എന്നാണ് ഈ ലിംഗഘട്ടത്തിൽ ഫ്രോയിഡ് പറയുന്നത്. ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരികമായ സ്നേഹവും അഭിനിവേശവും പിതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷത്തെയാണ് മാതൃകാമന അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമുക്ക് പറയാമല്ലേ, ഈ കുട്ടികൾ
ഈ അമ്മയുടെ അടുത്ത് കുട്ടികൾ എന്താണ് ആൺകുട്ടികളാണെങ്കിൽ മറ്റുള്ള ആരെയും അടുപ്പിക്കില്ല, ആ ഒരു അങ്ങനെയുള്ള ചിലരൊക്കെ എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടാവും അത്. അപ്പോൾ അതിനെയാണ് മാതൃകാമന അല്ലെങ്കിൽ ഇഡിപ്ലസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും ആഗ്രഹവും മാതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്ന മാനസികമായ സംഘർഷമാണ് പിതൃകാമന അല്ലെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാലിക് സ്റ്റേജ് ഏതാണ്? ലിംഗഘട്ടമാണ്. ഫാലിക് സ്റ്റേജ് അല്ലെങ്കിൽ ലിംഗഘട്ടം 3 മുതൽ 5 വയസ്സ് വരെയാണ് ഈ ഘട്ടത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. ഇത് ഉദ്ദീപനം എവിടെയാണ് ഇവർക്ക് ലഭിക്കുന്നത്? ജനനേന്ദ്രിയങ്ങൾ വഴിയാണ് കേട്ടോ. അവരെന്താണ് സ്വന്തം ശരീരത്തെയൊക്കെ എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ് ഈ ലിംഗഘട്ടം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഉണ്ടാകുന്ന എന്താണ് ഇലക്ട്ര കോംപ്ലക്സും അല്ലെങ്കിൽ ഇഡിപ്ലസ് കോംപ്ലക്സും ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത സ്റ്റേജാണ് നിർലീനഘട്ടം അല്ലെങ്കിൽ അന്തർലീനഘട്ടം എന്ന് പറയുന്നത്. ലാറ്റൻസി പീരീഡ് എന്ന് പറയുന്നത്, അതിനെ സുപ്താവസ്ഥ എന്നും പറയുന്നുണ്ട് കേട്ടോ. നിർലീനഘട്ടം, അന്തർലീനഘട്ടം, സുപ്താവസ്ഥ അല്ലെങ്കിൽ എന്താണ് ലാറ്റൻസി പീരീഡ്. ഇതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് കേട്ടോ. പെൺകുട്ടികളാണെങ്കിൽ പ്യൂബേർട്ടി ഒക്കെ വരെ, അതാണ് പറയുന്നത്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഇതിൻ്റെ കാലയളവ്. ഈ ഘട്ടത്തിൽ എന്താണ് ലൈംഗിക താല്പര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് അടിച്ചമർത്തപ്പെടും. അന്തർലീന ഘട്ടത്തിൽ അല്ലെങ്കിൽ നിർലീന ഘട്ടത്തിൽ എന്താണ് ലൈംഗിക താല്പര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് അവരുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെടും. പിന്നീട് എന്ത് ചെയ്യും? ഈ കുട്ടി എന്തിലേക്ക് തിരിയും? പഠനം, കളി, സൗഹൃദങ്ങൾ എന്നിവയിലൊക്കെ എന്തായിരിക്കും അവർക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടായിരിക്കുക. എപ്പോഴും ആൺകുട്ടികളാണെങ്കിൽ എപ്പോഴും കളി, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനം, പിന്നെ എന്താണ് കുട്ടികൾ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ്, അവരുടെ സ്കൂളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും കളിക്കാനൊക്കെ എന്താണ് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു സർക്കിളിൽ മാത്രമായിരിക്കും അവരുടെ തോട്ട് പോകുന്ന ഒരു ചിന്തകൾ അവർ പോകുന്നത്. ഈ സമയമാണ് എന്ത് പറയുന്നത്? നിർലീനഘട്ടം അല്ലെങ്കിൽ അന്തർലീനഘട്ടം എന്ന് പറയുന്നത്. അവരുടെ ലൈംഗിക താല്പര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് അടിച്ചമർത്തപ്പെടുന്ന ഘട്ടം ഏതാണ്? സുപ്താവസ്ഥ, ലാറ്റൻസി പീരീഡ്, അന്തർലീനഘട്ടം അഥവാ എന്താണ് നിർലീനഘട്ടത്തിലായിരിക്കും. ഇനി അടുത്തൊരു ഘട്ടമാണ് ജനനേന്ദ്രിയ ഘട്ടം അഥവാ ലൈംഗിക ഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ കാലയളവ് 12 വയസ്സ് മുതലാണ് കേട്ടോ തുടങ്ങുന്നത്. ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ലൈംഗിക ഘട്ടം ഏതാണ്? 12 വയസ്സ് മുതലാണ് തുടങ്ങുന്നത്. ലൈംഗിക താല്പര്യങ്ങൾ വീണ്ടും ഉണരുന്നത് ഏത് സ്റ്റേജിലാണ്? ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ലൈംഗിക ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ വ്യക്തി മറ്റുള്ളവരോട് ആകൃഷ്ടനാവുകയും പക്വമായ ലൈംഗിക ബന്ധങ്ങളിലേക്കും കുടുംബജീവിതത്തിലുമൊക്കെ തിരിയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ അന്ന് ഒരു ന്യൂസ് പറഞ്ഞല്ലോ, 9ലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ്. അവരിങ്ങനെ പോയി ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഇതുപോലുള്ള ഒരു റിലേഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ ഒരു ഒരു സ്റ്റേജാണ് അവരുടെ. 12 വയസ്സ് മുതൽ എന്താണ് അവർക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് ആകർഷണം തോന്നുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. അതിനെ ഏത് ഘട്ടമാണ്? ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ലൈംഗിക ഘട്ടമാണ് കേട്ടോ. ഈ ഘട്ടത്തിൽ ലൈംഗിക പക്വത നേടുന്നതിനാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മുതിർന്നവരുടേതുപോലെയുള്ള സമീപനമായിരിക്കും കുട്ടി പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു സമയമാകുമ്പോഴേക്കും കുട്ടികളൊക്കെ ഒരു പക്വത നേടിയ ഒരു ലൈംഗിക പക്വത നേടുന്ന ഒരു ടൈമായിരിക്കും. അപ്പോൾ അവരെന്തായിരിക്കും? നമ്മൾ മുതിർന്നവർ പെരുമാറുന്നത് പോലെയായിരിക്കും അവർ പിന്നീട് പെരുമാറാൻ തുടങ്ങുക. നമ്മൾ സംഭവം ശരി തന്നെയാണ് അല്ലേ? ഇപ്പോൾ ഒരു 11 വയസ്സ് മുതൽ 8 വയസ്സ് മുതൽ തന്നെ കുട്ടികൾ ഇപ്പോൾ വലിയ കുട്ടികളാവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പെട്ടെന്നൊരു ചേഞ്ച് ആവുകയാണ്. ഒരുപാട് ക്രൗഡായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഇരിക്കാൻ മടിക്കും. ചില കുട്ടികളാണെങ്കിൽ ഒരുപാട് പൊട്ടിച്ചിരിക്കാൻ മടിക്കും, ഒരുപാട് സംസാരിക്കാൻ മടിക്കും. പെട്ടെന്ന് അവർ ഒതുങ്ങിപ്പോവും. പെട്ടെന്ന് ഒരു മെച്യൂർഡായിട്ട് നമുക്ക് തോന്നും. ആ ഒരു തരത്തിൽ അവർ ബിഹേവ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് അവർ എങ്ങനെ ബിഹേവ് ചെയ്യും? നമ്മൾ മുതിർന്നവരെ പോലെ തന്നെ അവരെന്തായിരിക്കും ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ ഘട്ടങ്ങളിൽ എന്തെങ്കിലും കാരണവശാൽ വികാസം തടസ്സപ്പെടുകയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ മുതിർന്ന പ്രായത്തിലെ സ്വഭാവത്തെ ബാധിക്കുമെന്ന് ഫ്രോയിഡ് വിശ്വസിച്ചിരുന്നു. ഈ ജനനേന്ദ്രിയ ഘട്ടത്തിലോ അല്ലെങ്കിൽ ലൈംഗിക ഘട്ടത്തിലോ ഏതെങ്കിലും ഒരു കാരണവശാൽ അവരുടെ വികാസങ്ങൾ തടയുകയാണെങ്കിൽ അവർ മുതിർന്നു കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തെ അത് കാര്യമായിട്ട് ബാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇത്രയാണ് മനോലൈംഗിക വികാസ ഘട്ടങ്ങളിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ സൈക്കോളജി ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഒരു 15-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്.
അപ്പോൾ അതിൻ്റെ നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പേ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.